ഈ പുഴയും കടന്നിലണമെങ്കിൽ രാജേശ്വരിയെ നമ്മുടെ ജയബാലൻ എരിപിരി കയറ്റി കുത്തിത്തിരിപ്പുണ്ടാക്കി വിടുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയും. അതായത് കാവേരിയും നമ്മുടെ നിവിനും അങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ആരെടുക്കുന്നു? ജയബാലൻ തൻ്റെ മകനെ കൊണ്ട് പുത്രനെ കൊണ്ട് എടുപ്പിക്കുന്നുണ്ട്. അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ പെങ്ങളുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അവിടെ ചെന്നിട്ട് പറയുന്നുണ്ട് രാജേശ്വരിയുടെ അടുത്ത്, നിൻ്റെ മകനും അവൻ്റെ അരവിന്ദൻ്റെ മകളും തമ്മിൽ പ്രണയത്തിലാണോ എന്ന് ചോദിക്കുന്നുണ്ട്. പലതവണ ഞാൻ പറഞ്ഞതാണ്, അതായത് നീ കൂട്ടുകെട്ട് ശരിയല്ല എന്ന്. നീ അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചില്ല. ഇപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കാനുള്ള സമയവും കാര്യങ്ങളൊക്കെ വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും അവനുമായിട്ട് യാതൊരു ബന്ധവും പാടില്ല എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയും. ഇതേ സമയമാണെങ്കിൽ അതെങ്ങനെയാണ് ശരിയാവുന്നത് ജയബാല എന്ന് ചോദിക്കുമ്പോൾ, അതെ, ഒരു സുപ്രഭാതത്തിൽ നിൻ്റെ മകൻ കാവേരിയെയും കൊണ്ട് ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ നീ ഇങ്ങനെ തന്നെ പറഞ്ഞാൽ മതി എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അതും കൂടി കേൾക്കുന്ന രാജേശ്വരിക്കാണെങ്കിൽ നല്ല രീതിയിൽ ദേഷ്യം വരുന്നത് കൊണ്ട് തന്നെ രാജേശ്വരിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കാവേരിയുടെ വീട്ടിൽ പോയി ഒരു വലിയ പ്രശ്നം തന്നെ രൂപീകരിക്കുന്നത് കാണാനായിട്ട് കഴിയും, കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ രാജേശ്വരി പറയുന്നതിലും കഴമ്പുണ്ട് എന്ന് തിരിച്ചറിയുന്നത് കാണാനായിട്ട് സാധിക്കുന്ന നമ്മുടെ അമ്മയാണെങ്കിൽ കാവേരി ഒരിക്കലും ഇനി നവിനെ കാണില്ല എന്ന് വാക്ക് കൊടുക്കുന്നത് കാണാനായിട്ട്